സച്ചിവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി വിദ്യാർത്ഥികൾ നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷന് വേണ്ടി അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനം 4 വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള നോട്ടിഫിക്കേഷന് നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതുവരെ സൈറ്റിൽ വന്നിട്ടില്ല, ഇനി വരും. അതിനുശേഷം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പം എങ്ങനെയാണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് എഡിറ്റ് ഓപ്ഷൻ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ 1ാം തീയതി മുതൽ 10ാം തീയതി വരെയാണ് ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള അവസരം. കേരള സർവകലാശാലയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള കോളേജുകളുടെ സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും ഈ ഒരു 1ാം തീയതി മുതൽ 10ാം തീയതി വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള തീയതികളിൽ ഇനി പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളെ ആയിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം 20 ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകിയാൽ അവർ പ്രൊഫൈലിൽ മുൻപ് നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആവുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു നമ്മളുടെ വേക്കൻസി എത്രയാണെന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം 20 ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ രജിസ്ട്രേഷനും എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കാം. അതുപോലെ തന്നെ റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിവരങ്ങൾ മാത്രമേ മാറ്റം വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ബാക്കി ഇൻഫർമേഷൻസ് ഒന്നും മാറ്റം വരുത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത് ആർക്കൊക്കെ പങ്കെടുക്കാമെന്നുള്ളതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ ക്യാൻസലായ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് വന്നിട്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക്, ഇങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിലവിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 1 മുതൽ 10 വരെയുള്ള തീയതികളിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ വെച്ചാലാണ് നിങ്ങൾക്ക് പുതിയ അഡ്മിഷൻ കിട്ടുന്നത്, ഇങ്ങനത്തുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്